ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രീ ആൻഡ് ശ്രീ ക്രിയേഷൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു ബ്ലോഗാണ് കേട്ടോ. അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു പ്ലേസിൽ ഒരു പിക്ചർ വരയ്ക്കണം എന്ന്. അപ്പം നമ്മൾ ഇന്നതാ ചെയ്തു തുടങ്ങാൻ പോവാണ്. വീട് പണിതപ്പോൾ തുടങ്ങിയിട്ടുള്ള ആഗ്രഹം ഉണ്ടായി ഇവിടെ എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ 4 വർഷമായി വീട് പണിതിട്ട് ഇത്ര നാളായിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഇപ്പം തന്നെ പെയിൻറ്റ് വാങ്ങി വെച്ചിട്ട് തന്നെ 1 മാസത്തോളമായിട്ടാ. ഇപ്പം ഇന്നാണ് ഇനി എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ നിന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഔട്ടർ വരച്ച് ഒരുമാതിരി വരച്ച് തീരാറായിട്ടാ. പെയിൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ദിവസമല്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ, 1 മാസമായി വാങ്ങി വെച്ചിട്ട് ബ്ലാക്കും റെഡും ഒരു ഗോൾഡൻ കളറും ഗ്രീനും ഒക്കെയാണ് വാങ്ങിച്ചേക്കണത്. റെഡ് കളറ് വാങ്ങിച്ചേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് ഓറഞ്ച് കൊടുക്കാനാണ്. അപ്പോൾ ഓറഞ്ച് കളർ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡും മറ്റേ ഗോൾഡൻ കളറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഓറഞ്ച് കളർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം ഞങ്ങളിത് വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. വരച്ച് 3 പേരും മാറി മാറി വരയ്ക്കുന്നുണ്ട് കേട്ടോ. ബ്രഷ് കുറവാണ്. ബ്രഷ് ബ്രഷ് എങ്ങനെ ഇവിടെ ഇല്ലാണ്ടിരിക്കും? ബ്രഷ് ഇവിടെ കളയാനായിട്ട് ആളുണ്ടല്ലോ. ആരാവിടെ ബ്രഷ് പറയുന്ന ആള്? ഞാനല്ലേ. ബ്രഷ് ഇവിടെ പെയിൻറ്റിങ് ഒന്നും ഞാൻ കാണാറില്ല. ബ്രഷൊക്കെ ചീത്തക്കി കളയുന്നുണ്ട് വാങ്ങിക്കൊണ്ട് നോക്കണതൊക്കെ. ആരാ ചീത്തക്കി കളയുന്ന ആള്? പെയിന്റ് ഒന്നും വരയ്ക്കുന്നത് കാണുന്നില്ല. അതുട്ടിയാണോ? അതുട്ടിയല്ല. എന്തായാലും ഇവിടെ ബ്രഷൊന്നുമില്ല. ആകെ ഒരു ബ്രഷും പിന്നെ ഒരു കുഞ്ഞു ബ്രഷാണുള്ളത്. അപ്പം അത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അമ്പാടിയും ഞാനും കൂടിയാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുട്ടി വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഒരുമാതിരിയൊക്കെ ഒപ്പിച്ച്. അപ്പോൾ അവന് മുകളിൽ കൈ എത്തോട്ടാ. എന്നിട്ട് അവനത് കഴിയില്ല, അവൻ താഴെ വരയ്ക്കുന്നതാണ്. അത് ഞാൻ കസേര ഇട്ട് കയറിയെന്നാണ് കേട്ടോ മുകളിലൊക്കെ വരച്ച് തീർത്ത് തന്നിട്ട്. നമ്മളിതിൻ്റെ ലീഫ് ഞാൻ പറഞ്ഞില്ലേ ഓറഞ്ച് കളർ പോലത്തെ അങ്ങനെ വരയ്ക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പം നന്ദൂട്ടി റെഡും ഗോൾഡൻ കളറും കൂടി അവിടെ മിക്സ് ചെയ്ത് എടുക്കണ്ട കേട്ടോ. മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഓറഞ്ചും ബ്ലാക്കൊക്കെ അടിച്ച് ലാസ്റ്റ് വൈറ്റ് പെയിൻറ്റ് അടിച്ച് അടിക്കാതിരുന്നാൽ മതി. വൈറ്റ് പെയിൻ്റ് ഒന്നും അടിക്കേണ്ടി വരില്ല. അമ്പടേക്ക് നീ ഇത് ചുമരും അടിച്ചു കളയണമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയൊന്നും വേണ്ടി വരില്ല. ഞാൻ എന്തായാലും അത്രയ്ക്ക് മോശമായിട്ട് വരയ്ക്കത്തില്ല. നമുക്ക് നോക്കാം വൈറ്റ് പെയിൻറ്റ് അടിച്ച് കളയണോ എന്ത് ചെയ്യണോ എന്നിട്ടാ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദു പെയിൻറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരടവ് ഇറക്കിയേക്കണേണ്. വീഡിയോ എടുക്കണമെന്ന പേരിൽ നന്ദു പോയി. ഓ പിന്നെ വീഡിയോ കുറച്ചെടുത്തിട്ട് വന്നോളൂ. നീ ഈ വീഡിയോ തന്നെ എത്ര പ്രാവശ്യമാണ് എടുത്തു കൂട്ടിയത്? തല്ലുപിടിക്കാൻ ഇട്ടുകൊടുത്ത മെയിൻ പരിപാടി എന്ത് ചെയ്യണമെങ്കിലും രണ്ടുപേരും കൊണ്ട് ഇടി അവിടെ നടന്നിരിക്കും. അപ്പോഴേ ഞങ്ങളിപ്പോൾ ഇത്രയൊക്കെ ഒപ്പിച്ചെത്തിച്ചിട്ടുണ്ട് കേട്ടോ. മുകളിൽ കയറിയെന്നാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് എത്തിച്ചത്. എൻ്റെ കയ്യെത്തുണ്ടായില്ല. അപ്പം ഞങ്ങൾ ഇതിപ്പോൾ രാത്രിയാവുമെന്ന് തോന്നുന്നുണ്ട് കഴിയാനായിട്ട്. കുറേ നേരം കൊണ്ട് തുടങ്ങിയിട്ട്. പക്ഷെ ബ്ലാക്ക് അടിച്ച് അങ്ങോട്ട് തീരെ കുഞ്ഞ് ബ്രഷ് ആയതുകൊണ്ടേ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണില്ല. എനിക്ക് വലിയ ബ്രഷാണല്ലോ. എന്നിട്ട് നിൻ്റെ കയ്യിലിരിക്കണ വലിയ ബ്രഷാ? അതാണ് വലിയ ബ്രഷ്. ആഹാ, അപ്പം അതിലും വലിയ ബ്രഷ് ഇല്ല? നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളതിൽ വലിയ ബ്രഷാണ്. അത് സമ്മതിച്ച് ഇതൊക്കെ പെയിന്റിങ് ബ്രഷ് ഇപ്പൊ നമ്മ ഏകദേശം ഒക്കെ കഴിഞ്ഞ് ഒരു പച്ച കളറൊക്കെ അടിച്ചോണ്ടിരിക്കണ്. താഴത്തെ പുല്ല് റെഡൊക്കെ മറ്റേത് ഇലകളൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇപ്പം റെഡ്, താഴത്ത് ഗ്രീൻ പുല്ലുകൾ ഔട്ടർ വരച്ചിട്ടിട്ടുണ്ട്. അതിലിപ്പോൾ ഓരോരുത്തരായിട്ട് മാറി മാറി ഇരുന്ന് അടിക്കണം. അപ്പോൾ ഓരോ വീട്ടിലും കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ മാറി മാറ്റി ഫ്രീ ആവണ അനുസരിച്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കഴിയുമെന്ന് തോന്നുന്നു. രാത്രി 10 മണി കഴിയുമ്പോഴേക്കും കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അമ്മ ഈ പുല്ലൊക്കെ ഭയങ്കര വലുതാക്കിയ വരച്ച് വെച്ചേക്കണ. പെയിന്റ് തേക്കാവുന്നാവോ? ഇപ്പൊ നന്ദുവാണ് പെയിന്റ് അടിക്കണത്. നന്ദു ആണെങ്കിൽ ആ പെയിന്റ് അടിച്ച് ടൈൽമേക്കെ പെയിന്റ് അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ടൈല് പച്ച കളറാണ്. നന്ദൂട്ടി പെയിന്റ് മുക്കി ഇങ്ങനെ എടുക്കും. എന്നിട്ട് ചുമരിൽ ഇങ്ങനെ അടിക്കുമ്പോഴേക്കും ആ പെയിന്റ് ഒഴുകി നന്ദു മുകളിൽ അടിച്ചിരുമ്പോഴേക്കും പെയിന്റ് താഴ്ത്തെത്തും. പിന്നെ അത് തുടക്കാൻ ഒരാൾ തുടക്കണം. അങ്ങനെയാണ് നന്ദൂട്ടർ പെയിന്റ് അടിക്കല്. നന്ദൂട്ടി കോരി ഒഴിക്കുകയാണ്. ആ പെയിന്റ് ആണെങ്കിൽ തികയൊന്നാവും. അപ്പോൾ ഇതിപ്പോൾ ഒരുമാതിരി തീർന്നുകൊണ്ടിരിക്കണ്ട. ഗ്രീൻ മതിയായിട്ടുണ്ട്, കുഴപ്പമില്ല. രാത്രി 10 മണി ഫിനിഷിലോട്ട് ആയിക്കൊണ്ട് ഞാൻ ഫിനിഷ് ചെയ്യാൻ വന്നിരുന്നുണ്ട്. എൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് പണി കൂടി ഉണ്ട്. കുഞ്ഞി പൂക്കളും കൂടി അവിടെ ആ റെഡ് കളറിൽ വരച്ചു കൊടുക്കണമെന്നുണ്ട് കേട്ടോ. എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. പടം വരച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തുടങ്ങാനായിട്ടൊരു സ്റ്റാർട്ടിങ് ഡബിളാണ്.
തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കണം. അത് വരച്ച് വരച്ച് കൊളാക്കും ലാസ്റ്റ്. അതാണ് അവസ്ഥ. പൊടിയായിരുന്നു. അപ്പോൾ ഇത് വരച്ച് വരച്ച് പിന്നെയും പിന്നെയും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കും. അതാണ് പരിപാടി. ഇപ്പോൾ ദേ കണ്ട, ഇതെന്താണത്? അമ്പാടി വരയൊക്കെ കഴിഞ്ഞ് പോയിട്ട് അമ്പാടി ഇനി ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമ്പാടിക്ക് തലവേദന എടുക്കുന്ന പെയിൻറ്റിൻ്റെ മണം കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങാനുള്ള പ്ലാനിലാണ്. അമ്പാടി ഇപ്പോൾ ഉറങ്ങുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞിട്ട് പോയി കിടന്നാൽ മതി എന്ന് നിർബന്ധം പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളതിനിടയിൽ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെയും വരയ്ക്കാൻ വന്നിരുന്നത്. ഇനി ഇവിടെ താഴത്തൊക്കെ തുടയ്ക്കുക. അവിടെയൊക്കെ നിറയെ പെയിൻ്റാണ്. ടിന്നർ ഒഴിച്ച് തുടച്ചാൽ നന്ദു തൈലുമ്പ് മാത്രമല്ല, നന്ദുവിൻ്റെ മേത്തൊക്കെ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കയ്യിലൊക്കെ നിറച്ച് പെയിൻ്റാണ് നന്ദുവിൻ്റെ. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഒരുമാതിരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളും കൂടി വരയ്ക്കാനുണ്ട്. ഇപ്പം കാണുന്നത് ഫൈനൽ ആവാറായി, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നന്ദുട്ടി വീഡിയോ പിടിച്ച് മതിയേ കണ്ട. നന്ദുട്ടിയുടെ കയ്യിൽ നിറയെ പെയിൻ്റാ. പച്ചയും ചുവപ്പും ഓറഞ്ചും എല്ലാനും ഉണ്ട്. അത് മുഖത്ത് തേക്കാന്ന് പറഞ്ഞാണ് നിൽക്കണം നന്ദുട്ടി. ഇനി എൻ്റെ ഇടയിൽ ഇവിടെ ഇടി നടന്നിട്ട് അത് അങ്ങാടി ഇങ്ങടെ തേച്ച് ഇനി അത് ടിന്നർ ഒഴിച്ച് നന്നായിട്ട് കഴുകി കളയണം. ടിന്നർ ഒഴിച്ചിട്ട് ഇവിടെ ടൈലിലും ഒക്കെ തുടച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വീട്ടിൽ പണി കിട്ടും. ടൈലിലൊക്കെ നിറച്ച് പെയിൻ്റാക്കി എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഇത് ഭംഗിയായി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാരണം വഴക്കൊന്നും കേൾക്കില്ല എന്ന് വിചാരിക്കുന്നു. സൂപ്പറായി. അടിപൊളി. നമ്മൾ തന്നെ വരച്ച് നമ്മൾ തന്നെ കിടു പറയണം. അതാണ് ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ തന്നെ ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഫൈനൽ ലുക്കാണ്ടായി കാണുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കള്, കൊച്ചു കൊച്ചു പൂക്കളും കൊച്ചു കൊച്ചു ഇലകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലക്ക വേറെ വേറെ ഇത് വരുമ്പോ വേറെ വേറെ മരമൊക്കെ ആയിട്ടുണ്ട്. ഇലയൊക്കെ മരത്തിന്റെ രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. ഇലകളുടെ ഷേപ്പ് മാറി തന്നാ 3 പേരും വരച്ചിട്ടുണ്ടല്ല. അപ്പം 3 പേരുടെ ഇലകൾ 3 തരത്തിലാണ് കേട്ടോ. 3 സൈസ് ഇലകൾ കാണാം ഇതിനകത്ത്. ഒരാൾ വലുതാക്കി, ഒരാൾ ചെറുതാക്കി, ഒരാൾ വേറെ ഷേപ്പിലൊക്കെ വരച്ചു വെച്ചേക്കണത്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ പെയിന്റിങ് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.